Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കേരള പി എസ് സി ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ വീഡിയോ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ദെൻ അതിനുശേഷം നമ്മളിപ്പോൾ ഡെയിലി MCQs സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ. ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6. സ്റ്റേറ്റ്മെന്റ് 1 ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: മാക്സ് വെബർ ഡെവലപ്ഡ് ദ തിയറി ഓഫ് ബ്യൂറോക്രസി. നമ്പർ 2, bureaucracy emphasizes nepotism and personal whims in decision making. Number 3, a key feature of bureaucracy is the hierarchy of authority. ഇതാണ് ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ 1 is correct only, then 1 and 2, only 1 and 3, then all are correct. സോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമ്പർ 1, മാക്സ് വെബർ ഡെവലപ്ഡ് ദ തിയറി ഓഫ് ബ്യൂറോക്രസി. കറക്റ്റാണ്. വെബറാണ് ബ്യൂറോക്രസി തിയറി ഡെവലപ്പ് ചെയ്തത്. വെബർ തിയറി ഓഫ് ബ്യൂറോക്രസി ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺ, അതിനേക്കാൾ മുമ്പ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ സമയത്താണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്ഥാപനങ്ങളിൽ പലപ്പോഴും പുവർലി മാനേജ് ചെയ്യുന്നു സ്ഥാപനങ്ങൾ. അൺഫെയർ ആയിട്ടാണ് പല ഡിസിഷൻസും സ്ഥാപനങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ പേഴ്സണൽ ഡിസിഷൻസ് ആണ് ഈ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് എടുത്തു പോകുന്നത്. സ്വജനപക്ഷപാതങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതല്ലാതെ കണ്ട് പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റം വേണം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിസ്റ്റം വേണം, സിസ്റ്റത്തിലൂടെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെയാണ് ഈ പറയുന്ന തിയറി ഓഫ് ബ്യൂറോക്രസി അല്ലേ ഡെവലപ്ഡായി വന്നത് മാക്സ് വെബറുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. നമ്പർ 2, ബ്യൂറോക്രസി എംഫസൈസ് നെപ്പോട്ടിസം പേഴ്സണൽ വിംസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അത് തെറ്റാണ്. ഇതില്ലാതെ കണ്ട് അതിന് പകരം ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് കൊണ്ടുവരലാണ് ബ്യൂറോക്രസി തിയറിയിൽ വന്നത് അല്ലേ. ഇതിനെ മാറ്റി അല്ലേ പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല സിസ്റ്റം വരാണ് ചെയ്തത്, കൊണ്ടുവരണം എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്പർ 3, എ കീ ഫീച്ചർ ഓഫ് ബ്യൂറോക്രസി ഈസ് ദ ഹൈറാർക്കി ഓഫ് അതോറിറ്റി. കറക്റ്റാണ്. ബ്യൂറോക്രസിയിൽ ഒരു സിസ്റ്റം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈറാർക്കി ഓഫ് അതോറിറ്റി, ഏറ്റവും ടോപ്പ്, മിഡിൽ, ലോവർ, അങ്ങനെ ഒരു അതോറിറ്റി പ്രോപ്പറായിട്ട് വേണം. അതിലൂടെ മാത്രമേ റെസ്പോൺസിബിലിറ്റി ഷുഡ് ഗോ ത്രൂ ദിസ് പെർട്ടിക്കുലർ അതോറിറ്റി, അല്ലെങ്കിൽ ആ ഒരു ചെയിനിലൂടെ പ്രോപ്പറായിട്ട് പോകണം. അപ്പോൾ അത് ബ്യൂറോക്രസി തിയറിയുടെ ഒരു കീ ഫീച്ചറാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ 1ഉം 3 ആണ് അതിൽ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ ഹാത്തോൺ സ്റ്റഡീസ് were conducted by Elton Mayo and his team. Then number 2, the illumination experiments proved that productivity only increases when lighting is improved. Number 3, the social man concept emerged from the behavioral school of thought. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. സോ ഫസ്റ്റ് ഓപ്ഷൻ 1 and 3, then 1 and 2, 2 and 3, all are correct. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഹാത്തോൺ സ്റ്റഡീസ് were conducted by Elton Mayo and his team. കറക്റ്റ് ആണ്. എൽട്ടൺ മയോ ആണ് ഹാത്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള. 24 സ്റ്റാർട്ട് ചെയ്ത് 27 ആളുടെ കൂടെ മറ്റ് എന്താണ് അംഗങ്ങളും ഉണ്ടായി. അതുകൊണ്ടാണ് എൽട്ടൺ മയോ ആൻഡ് ഹിസ് ടീം എന്ന് പറയുന്നത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ നമ്പർ 2,
the illumination experiments proved that productivity only increases when lightning is improved. അപ്പോൾ ഹാദോൺ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഹാദോൺ സ്റ്റഡീസിൽ മെയിനായിട്ട് എന്താണ് ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നത്? ഹ്യൂമൻ ബീങ്സിനെ മനുഷ്യന്മാരെ വെറുതെ മെഷീനായിട്ടാണ് ആദ്യം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോരാ, ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണക്കാക്കണം. ജസ്റ്റ് എപ്പോഴും പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രങ്ങൾ പോലെയല്ല ഹ്യൂമൻ ബീങ്സ്, അല്ലേ? അവർ മനുഷ്യന്മാരായിട്ട് കണക്കാക്കണം, ആ ഒരു കൺസിഡറേഷൻ കൊടുക്കണം, അല്ലേ? അതൊക്കെയാണ് ഹാദോൺ സ്റ്റഡീസിൽ അല്ലെങ്കിൽ എൽട്ടൺ മായോ അവരുടെ വർക്കിലൂടെ മുന്നോട്ട് വെച്ച കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തിയാൽ കൂടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റ്നിങ്ങും നല്ല സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണത്. ഇവിടെ ആക്ച്വലി അത് തെറ്റാണ്. ഇപ്പോൾ നല്ല ലൈറ്റ്നിങ്ങും ഫിസിക്കൽ എൻവയോൺമെൻറ്റ് വർക്കിംഗ് കണ്ടീഷനൊക്കെ സൂപ്പറാക്കി അവർ ഒരു പഠനം നടത്തി. അപ്പോൾ ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്. ദെൻ അതൊന്ന് കുറച്ച് ഡിമ്മാക്കിയിട്ടുള്ള എൻവയോൺമെൻറ്റിലും ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ അവിടെയും ഈ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിലൊരു ഡിഫറൻസ് ശരിക്കും വരണമെങ്കിൽ അത് എന്താണ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് ഇതിലൊരു പിന്നൊരു മെയിൻ ചേഞ്ച് ആയിട്ട് കൊണ്ടുവരേണ്ടത്. ആൾക്കാരുടെ അല്ലെ അവരെ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പേഴ്സണൽ സോഷ്യൽ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു എൻവയോൺമെൻ്റ് ആണ്. നോട്ട് ജസ്റ്റ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വളരെ കൂടുതലാണെന്നുള്ളതാണ് ഇവർ തെളിയിച്ചത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയണത്? ദി ഇലുമിനേഷൻ എക്സ്പീരിയൻസ് പ്രോഡ് ദാറ്റ് പ്രൊഡക്ടിവിറ്റി ഓൺലി ഇൻക്രീസസ് വെൻ ലൈറ്റ്നിങ് ഈസ് ഇംപ്രൂവ്ഡ്. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് ആൾക്കാരുടെ എംപ്ലോയീസിൻ്റെ ലൈറ്റ്നിങ് ഈസ് ഇംപ്രൂവ്ഡ് മീൻ ചെയ്യുന്നത് എന്താ? ഫിസിക്കൽ എൻവയോൺമെൻറ്റ് സൂപ്പർ ആവുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നു എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റല്ലേ? ഇവർ ഈ സ്റ്റഡീസിലൂടെ തെളിയിച്ചു അതല്ല, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, സോ ഇത് തെറ്റാണ്. Then number 3, the social man concept emerged from the behavioral school of thought. കറക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞു മനുഷ്യന്മാരെ ജസ്റ്റ് മെഷീൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അത് സോഷ്യൽ മാനാണ്, ഹ്യൂമൻ ബീയിങ് ആണ്, അങ്ങനെ കൺസിഡർ ചെയ്യണം എന്നാണ് ഈ പറയുന്ന എൽട്ടൺ മായോ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിലൂടെ എന്താണ് പ്രപ്പോസ് ചെയ്ത കാര്യം. അപ്പോൾ അത് ശരിയാണ്. ഇപ്പോൾ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. McGregor's theory assumes that employees are inherently lazy and avoid work. Then theory Y suggests that employees can view work as being as natural as play or rest. Number 3, theory X is more modern and positive approach to management than theory Y. There are 3 statements. Options only 1 is correct, 1 and 2 are correct, 2 and 3 are correct, all are correct. എന്താണ് വരാ? നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മെഗ്രഗർ തിയറി എക്സ് അസ്യൂംസ് ദാറ്റ് എംപ്ലോയീസ് ആർ ഇൻഹറൻ്റ്ലി ലേസി ആൻഡ് അവോയ്ഡ് വർക്ക്. നമ്മൾ മെഗ്രഗറിൻ്റെ തിയറിയിൽ പറഞ്ഞതാണ് 2 കാര്യങ്ങളാണ് വയ്ക്കുന്നത്. ആദ്യത്തെയാണ് തിയറി ഓഫ് എക്സ്. തിയറി ഓഫ് എക്സിൽ പറയുന്നത് ഈ കാര്യം തന്നെയാണ്, എംപ്ലോയീസ് ലേസിയാണ്, ഇൻഹറൻ്റ്ലി മടിയന്മാരാണ്, വർക്ക് പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് അവർ നോക്കുന്നതെന്നാണ് തിയറി എക്സിൽ പറയുന്നത്. ശരിയാണ്. തിയറി വൈയിൽ നേരെ ഓപ്പോസിറ്റ്, ആൾക്കാരങ്ങനെ മടിയന്മാരൊന്നുമല്ല, നാച്ചുറലായിട്ട് എംപ്ലോയീസ് ജോലി ചെയ്യും, അല്ലേ? അതാണ് തിയറി വൈയിൽ പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ ഓപ്പോസിറ്റാണ് വൈയിൽ പറയുന്നത്. ഇനി തിയറി 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ദെൻ തിയറി എക്സ് ഈസ് മോർ മോഡേൺ ആൻഡ് പോസിറ്റീവ് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് ദാൻ തിയറി വൈ. അത് തെറ്റാണ്. ഇപ്പോൾ തിയറി എക്സിൽ എംപ്ലോയീസ് മടിയന്മാരാണ്, അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് നന്നായി പണിയെടുപ്പിക്കണം, അങ്ങനത്തെ ഒരു അപ്രോച്ചാണ്, തല്ലി ശരിയാക്കണം എന്ന് പറയണ പോലെ. അത് ആക്ച്വലി ഒരു ഓൾഡ് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് തിയറി എക്സ് ഈസ് മോർ മോഡേൺ എന്നാണ്, ഇത് മോഡേൺ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? ഉൾട്ടയാണ് വരാം. തിയറി എക്സ് ആണ് ട്രഡീഷണൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ പഴയ സംഭവം എന്ന് പറയുന്നത്. ദെൻ തിയറി വൈ ആണ് ശരിക്കും മോഡേൺ എന്ന് പറയുന്നത്. ഇവിടെ തിയറി എക്സ് ഈസ് മോർ മോഡേൺ ആൻഡ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുന്നത് തിയറി വൈ ആ. പെസിമിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് തിയറി എക്സാ. അപ്പോൾ ഉൾട്ടയാണ് വരാം ഈ പറഞ്ഞിട്ടുള്ള 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ്
ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Abraham Maslow's hierarchy of needs start with self-actualization. Then, according to Maslow, a satisfied need no longer motivates behavior. Social needs appear in the middle of the hierarchy. 1 and 2 are correct, 2 and 3 are correct, 1 and 3 all are correct. Easy question. പലപ്പോഴും മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം വരാറുണ്ട് കേട്ടോ. നമുക്ക് ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കണേ, ഹൈറാർക്കി നീഡ് സ്റ്റാർട്ട് വിത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ. തെറ്റല്ലേ? ഇത് ഇതിന്റെ അവസാനമല്ലേ വരാ? ഫസ്റ്റ് എന്താ? ഫിസിയോളജിക്കൽ നീഡ്സ്, ബേസിക് നീഡ്സ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ദെൻ രണ്ടാമത്, അക്കോർഡിംഗ് ടു മാസ്ലോ എൻ സാറ്റിസ്ഫൈഡ് നീഡ് നോ ലോങ്ങർ മോട്ടിവേറ്റ്സ് ബിഹേവിയർ. അതും കറക്റ്റ് അല്ലേ? ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള നീഡ് പിന്നെ സാറ്റിസ്ഫാക്ഷൻ നൽകില്ല. ഫിസിയോളജി നമ്മൾ പഠിച്ചു അതില്ലേ, ബേസിക് നീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താ? സേഫ്റ്റി ആണ്. പിന്നെ അവിടെ എന്താണ് ഈ പറയുന്ന സോഷ്യൽ നീഡ്സിലോട്ട് കടക്കണം. നമ്മൾ ആൾക്കാർ സ്നേഹിക്കണം. പിന്നെ എസ്റ്റീമായി ലവ് കഴിഞ്ഞാൽ റെക്കഗ്നീഷൻ കിട്ടണം. ലാസ്റ്റാണ് ഈ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും മോട്ടിവേറ്റ് ആക്കില്ലേ നമ്മളെ. അപ്പോൾ ശരിയാണ്. ദെൻ സോഷ്യൽ നീഡ്സ് അപ്പിയർ ഇൻ ദ മിഡിൽ ഓഫ് ദ ഹൈറാർക്കി. അതും കറക്റ്റ് അല്ലേ? മിഡിലല്ലേ സോഷ്യൽ നീഡ്സ് വരുന്നത്. ഫിസിയോളജിക്കൽ കഴിഞ്ഞു, പിന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വരുന്നു, പിന്നെയാണ് ഈ പറയുന്ന സോഷ്യൽ നീഡ്സ്. അതിനുശേഷം എസ്റ്റീം വരുന്നു, ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ. മിഡിലാണ് സോഷ്യൽ നീഡ്സ്. കറക്റ്റാണ്. അപ്പോൾ 2 and 3 ആണ് കറക്റ്റായിട്ട് വരാ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിസ്റ്റം അപ്രോച്ച് വ്യൂസ് ആൻ ഓർഗനൈസേഷൻ as a set of interrelated and interdependent parts. Number 2, synergy in system theory means that the whole is equal to the sum of its parts. Number 3, an open system interacts with its environment to survive. Only 1 and 3 are correct, 1 and 2 are correct, 2 and 3 are correct, all are correct. നോക്കാം നമുക്ക്. നമ്പർ 1, സിസ്റ്റം അപ്രോച്ച്. സിസ്റ്റം അപ്രോച്ചിൽ പറയുന്ന ഓർഗനൈസേഷൻ ഇസ് എ സെറ്റ് ഓഫ് ഇന്റർറിലേറ്റഡ് ആൻഡ് ഇന്റർഡിപെൻഡന്റ് പാർട്സ്. കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഹോൾ സിസ്റ്റമാണ്. അതിന് നമുക്ക് പല പാർട്ടുകളായിട്ട് ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നതാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ സിനർജി ഇൻ സിസ്റ്റം തിയറി മീൻസ് എന്താ? സിനർജി എന്ന് പറഞ്ഞാൽ എന്താ? 1 + 1 = മോർ ദാൻ 2 എന്നാ പറയാ, അല്ലെങ്കിൽ 2 + 2 = മോർ ദാൻ 5. അതാണ് സിനർജി. ബട്ട് ഇവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ തന്നിട്ടുള്ള? മീൻസ് ദാറ്റ് ഹോൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അത് തെറ്റല്ലേ? ഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ 1 ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അത് തെറ്റാണ്. സിനർജിയിൽ എന്താ? നമ്മൾ ഒരു വർക്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം 2 പേര് ആ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി, കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ കുറയും. ഞാൻ ഒറ്റയ്ക്ക് ഒരു വലിയൊരു ഡെസ്ക് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ എത്രത്തോളം ടൈം എടുക്കും? ചിലപ്പോൾ അതിന് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ആവും. നേരെ മറിച്ച് 2 പേരാണ് അത് ചെയ്യുന്നതെങ്കിൽ സിമ്പിളായിട്ട് പരിപാടി കഴിയും. അതല്ലേ? മാത്സിൽ 1 + 1 = 2 ആണെങ്കിൽ സിനർജി ഇഫക്റ്റ് മാനേജ്മെന്റിൽ പറയുന്നത് എന്താ? 2 പേര് കൂടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ 2 ഇഫക്റ്റ് ആണ് വരാം, അല്ലാണ്ട് ഇതല്ല. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്പർ 3, an open system interacts with its environment to survive. കറക്റ്റ് അല്ലേ? ബിസിനസ് എന്ന് പറയുമ്പോൾ, ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ സിസ്റ്റത്തിലാണ്, ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റിലല്ല. ഓപ്പൺ സിസ്റ്റത്തിൽ ആണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. എൻവയോൺമെന്റിൽ, ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഓപ്പൺ സിസ്റ്റം ആണ്, അല്ലാണ്ട് ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല. കറക്റ്റാണ്. ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഓപ്പൺ സിസ്റ്റം ആണ്, ഇന്ററാക്ട്സ് വിത്ത് ഇറ്റ്സ് എൻവയോൺമെന്റ് ടു സർവൈവ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1 ഉം 3 ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുള്ള മറ്റു കുറച്ച് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഡെയിലി പഠിക്കുക. ദെൻ നമ്മുടെ ക്ലാസ്സിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? നമ്മൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾക്ക് എക്സ്ക്ലൂസീവ്ലി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്
ലൈവ് സെഷൻസ്, റെക്കോർഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.